കലോത്സവ നഗരിയിലെ കലവറയിലെ സാമ്പാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, കലവറയിലെ സൂപ്പർ സ്റ്റാർ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. നമസ്കാരം. 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 കലവറ ഉണർന്നു കഴിഞ്ഞു അല്ലേ? കലവറ ഇന്നലെ ഉച്ചയ്ക്ക്, ഇന്നലെ 11:30 പാല് കാച്ചതോടുകൂടി കലവറ ഉണർന്നു. ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യലൊന്നുമില്ല. ഇന്ന് പാലടപ്രസവനോട് കൂടിയ ഒരു ഊണോട്ടം ഉച്ചയ്ക്ക് 11 വിഭവങ്ങളുണ്ടാവും. 11. എത്ര പേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും ആവറേജ് ഉച്ചയ്ക്ക് 15,000 പേരെങ്കിലും എത്തണം. വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം അത് തീർച്ചയായിട്ടും കൊടുക്കും. എന്തൊക്കെ കൂടുതലായിട്ട് പ്രത്യേക വിഭവങ്ങൾ? സാമ്പാർ നമ്മളൊരു മെനു നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 ഒഴിച്ചുകറികൾ ഉൾപ്പെടെ 10 വിഭവങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കുന്നത്. പായസം എക്സ്ട്രാ വരും. പായസം, അതായത് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ എന്താണ് ഒരു മാറ്റം തോന്നുന്നത്? 17 വർഷമായിട്ട് ഈ കലോത്സവത്തിൻ്റെ പാചകപ്പുരയായിട്ട് നടക്കുകയല്ലേ. സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മുടെ കൺസെപ്റ്റിനോ നമ്മുടെ പാചകത്തിനൊന്നും ഒരു മാറ്റമില്ല. എത്ര പേരാണ് ടീമിലുള്ളത്? ഇവിടെ ഏതാണ്ട് 100ഓളം ആൾക്കാർ വന്നിട്ടുണ്ട്. 100ഓളം ആൾക്കാർ. കൊല്ലത്തെ സംഘാടകർ ഏത് രീതിയിലാണ് സഹകരിക്കുന്നത്? വളരെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനിയുള്ളത് ഓരോ ദിവസവും ഓരോ പായസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പായസമാണല്ലേ മെയിൻ? പായസം വെജിറ്റേറിയൻ സദ്യയുടെ ഹൈലൈറ്റ് എപ്പോഴും പായസമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. സംഘാടകർ പറഞ്ഞത് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അവസാന ദിവസം എന്നാണ്. അത് അവരോട് തന്നെ ചോദിക്കണം, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, എന്നോട് എപ്പോൾ പറയാം അപ്പം ഞാൻ പറയാതെ ആണല്ലേ? അപ്പം പ്രത്യേകമായിട്ട് ഈ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പം ഉള്ള ഒരു പ്രത്യേക തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? തയ്യാറെടുപ്പില്ല, ഒന്നും കൂട്ടിയാൽ 2 ആണല്ലോ. അപ്പോൾ ഇതൊരു കണക്കാണ്. ഇതിൻ്റെ അകത്തൊരു മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 30,000 വന്നാലും 40,000 വന്നാലും 50,000 വന്നാലും ആ കണക്കിൻ്റെ ഇതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനങ്ങൾ എല്ലായ്പ്പോഴും കലവറയിലുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. അതായത് പിന്നെ ഇത് പാചകമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതൊന്ന് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കലോത്സവം അങ്ങോട്ട് കൊഴുത്ത് തുടങ്ങുമ്പോഴത്തേക്കും കൃത്യസമയത്ത് കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല, ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഏത് സമയത്ത് എത്തിയാലും ഭക്ഷണം ഇവിടെ ഉറപ്പായിരിക്കും? ഇല്ല, നമ്മളിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ടൈം വെച്ചിട്ടുണ്ട്, ഡിന്നറിന് സമയം വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വരാൻ പറ്റാത്ത കുട്ടികൾക്ക് സംഘാടകർ തന്നെ സ്റ്റേജിൽ പാഴ്സൽ എത്തിച്ചു കൊടുക്കും അല്ലേ? വളരെയധികം നന്ദിയുണ്ട്. അപ്പം എന്തായാലും 5 നാൾ നമുക്ക് കൊഴുപ്പിക്കാം അല്ലേ കലോത്സവം?